Hi, good morning, children. How are you? Welcome back to our class. Children, today we are going to start semester 2. Right? Okay. So, the first lesson is India Unity in Diversity. Lesson 1. Unity in Diversity. Unity in diversity. Okay. Children, which is our country, children? Can you tell me which is our country? India is our country. India is our country. Then we live in India. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ഇന്ത്യയിലാണ് അല്ലേ? നമ്മൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. Then you know what is the best example of the unity in diversity? Our India. India is the best example of unity in diversity. So actually, do you know how many states are there? How many states are there? There are 28 states and 9 union territories in India. Okay, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങിയതാണ്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. ആ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, then so here then India, we are living in India, we live in India, but in which state we are living? Which state we live in? Which state we live in? കേരള അല്ലേ. നമ്മൾ കേരളത്തിലാണ്, ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കേരളം പോലെ തന്നെ വേറെയും സ്റ്റേറ്റ്സുകളുണ്ട് അല്ലേ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക അല്ലേ, ഉത്തർപ്രദേശ്, ദെൻ നെക്സ്റ്റ് രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ 20 കേരള, ഇൻക്ലൂഡിങ് കേരള 28 സ്റ്റേറ്റ്സ് ആർ ദെയർ. ദെൻ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് അല്ലെ, യൂണിയൻ ടെറിട്ടറീസ്. അതായത് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്നവയാണ് ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ ഈ 9 യൂണിയൻ ടെറിട്ടറീസും 28 സ്റ്റേറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, then we know it is the state of India like Kerala. Other states are there: Tamil Nadu, Karnataka, Andhra Pradesh, West Bengal, Rajasthan. So like these states are there. അപ്പോൾ ഈ 28 സ്റ്റേറ്റുകളും കൂടി ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, സോ in these 28 states so many people are living അല്ലേ. ഈ 28 സംസ്ഥാനങ്ങളിലും ധാരാളം ആൾക്കാരാണ് താമസിക്കുന്നത്. 28 സ്റ്റേറ്റ്സ്, ഈ 28 സ്റ്റേറ്റ്സിലും ധാരാളം ആൾക്കാർ താമസിക്കുന്നു. സോ മെനി പീപ്പിൾ ആർ ലിവിങ് ഇൻ ദീസ് സ്റ്റേറ്റ്സ്. സോ ഹിയർ അവർ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് അല്ലേ. അപ്പോൾ അതായത് ലോകത്തിൽ വെച്ചും നമ്മുടെ ഇന്ത്യക്കാണ് 2ാം സ്ഥാനം. എന്തിനാ? ഇത് പോപ്പുലേഷനില്ല, ജനസംഖ്യയിൽ 2ാം സ്ഥാനം ഇന്ത്യക്കും 1ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. റൈറ്റ്? ഓക്കെ, അപ്പോൾ ആ the second highest population in the world. Which one? Our India. India is the second highest population in the world. അതായത് ഈ ജനസംഖ്യയിൽ 2ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 1ാം സ്ഥാനം ചൈനയ്ക്കാണ് അല്ലേ. അപ്പം പണ്ട് കാലത്തൊക്കെ, അതായത് മുൻപൊക്കെ ധാരാളം ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് താമസിച്ചിരുന്നു. ആ ആൾക്കാരൊക്കെ so many people live in our India അല്ലേ, in our country, and they live here. So they adopted our custom അല്ലേ. അവർ നമ്മുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു, നമ്മുടെ ആചാരങ്ങളും നമ്മുടെ രീതികളും ഇതൊക്കെ അവർ അനുഷ്ഠിച്ചു വന്നു. അവരത് ഫോളോ ചെയ്തു. നമ്മുടെ ആചാരങ്ങളൊക്കെ അവർ നമ്മുടെ നാട്ടിൽ വന്ന് ധാരാളം ആൾക്കാർ താമസിച്ച് അവർ അഡോപ്റ്റ് ചെയ്തു നമ്മുടെ ആചാരങ്ങളൊക്കെ അല്ലേ. they adopted our customs and became a part of us. അപ്പം നമ്മളുടെ ആചാരങ്ങളൊക്കെ അവർ അനുഷ്ഠിച്ചു വന്നു, നമ്മളിൽ ഒരാളായി അവർ മാറുകയും ചെയ്തു. ഓക്കെ, ദെൻ ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ
How many states are there? There are 28 states and 9 union territories in India. We live in India. In India, we live in India. In which state we live, children? We live in കേരള സ്റ്റേറ്റ് അല്ലേ. നമ്മൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് നമ്മൾ താമസിക്കുന്നത്. ലൈക്ക് കേരള അതർ സ്റ്റേറ്റ്സ് ആർ ദെയർ അല്ലേ. 27 സ്റ്റേറ്റ്സ് ആർ ദെയർ. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം. ഓക്കെ. അപ്പം second highest population. India is the second highest population in the world. The first is China. അപ്പം before earlier അല്ലേ, before then India, so many people live in our country അല്ലേ. So many people lived in our country. People from other countries they came to our India അല്ലേ, came to India and they adopted our customs and they became a part of us. In Kerala we speak which language we speak? We speak Malayalam, right? Kerala we speak Malayalam. Then other state we can see Tamil Nadu, they speak Tamil. Then what about Andhra Pradesh, they speak Telugu. Then what about Karnataka, they speak Kannada. So like that, so the people are they are speaking different languages അല്ലേ. അവർക്ക് വ്യത്യസ്തമായ ഭാഷകളുണ്ട്, വ്യത്യസ്തമായ ഡ്രസ് കോഡുണ്ട്, ഫുഡ് വ്യത്യസ്തമാണ്. ഇതെല്ലാം ഈ സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ വ്യത്യസ്തമായ ഫുഡ്, വ്യത്യസ്തമായ ഡ്രസ് കോഡ്, ഡ്രസ്സ് അല്ലേ. പിന്നെന്താണ് അവരുടെ ആചാരങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ കൂടി നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലേ. വി ഓൾ ആർ ഇന്ത്യൻസ്. അപ്പോൾ അതാണ് നമ്മുടെ യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്നവരുടെയൊക്കെ പലതരത്തിലുള്ള എന്തൊക്കെയാണ് വ്യത്യസ്തമാണ് അല്ലേ. അവരെന്തൊക്കെ നമുക്ക് ഫുഡെല്ലാം ഒരേപോലെയാണോ? അല്ല. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഫുഡും തമിഴ്നാട്ടിലെ ഫുഡ് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലെ ഫുഡൊക്കെ തമ്മിൽ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റേറ്റുകാർക്കും ഓരോ രീതികളാണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ലാംഗ്വേജസ്, നമ്മൾ സ്പീക്ക് ചെയ്യുന്ന മലയാളമാണ്, തമിഴ്നാട് തമിഴ് അല്ലേ. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ആ ഭാഷ വ്യത്യസ്തമായാലും പിന്നെന്താണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് അല്ലേ, അത് വ്യത്യസ്തമാണ്. ഇതൊക്കെ റിലീജിയൻസ് അല്ലേ, നമ്മുടെ വർഗം, മതം അല്ലേ, മതങ്ങൾ അല്ലേ, നമ്മുടെ ആചാര രീതികൾ, പിന്നെന്താണ് കൈൻഡ്സ് ഓഫ് ഫുഡിൻ്റെ രീതികൾ, ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ കൂടി വി ഓൾ ആർ ഇന്ത്യൻസ്. ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മൾ ആരാണ്? ഇന്ത്യക്കാരാണ്. സോ വി ലിവ് ഇൻ ഇന്ത്യ, റൈറ്റ്? Then next, okay children, have you understood that? Then India is the birthplace of 4 great major religions of the world. അതായത് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് 4 പ്രധാന മതങ്ങൾ അല്ലേ. മുമ്പുണ്ടായിരുന്ന 4 പ്രധാന മതങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബുദ്ധിസം, ജൈനിസം, സിഖിസം ആൻഡ് ഹിന്ദുയിസം. These are the 4 major religions. Understand? These are the 4 major religions of the world. What are the 4 major religions of the world? What are they? Buddhism, like Hinduism, Buddhism, Jainism and Sikhism. These are the 4 major religions of the world. അല്ലേ. പിന്നീട് 3 മതങ്ങൾ, അതായത് what are the 3 religions? Christianity, Islam and Zoroastrianism. These 3 religions reached India from outside. അതായത് വെളിയിൽ നിന്ന് വന്ന 3 മതങ്ങളാണിത്. ഏതൊക്കെ? ക്രിസ്ത്യാനിറ്റിയും പിന്നെന്താണ് ഇസ്ലാം ആൻഡ് സൊറോസ്ട്രിയനിസം. ദീസ് 3 റിലീജിയൻസ് റീച്ച് ഇന്ത്യ ഫ്രം ഔട്ട്സൈഡ്. അപ്പം മുൻപുണ്ടായിരുന്ന, അതായത് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 4 പ്രധാന മതങ്ങളായിരുന്നു. ഏതൊക്കെ? ഹിന്ദുയിസം, ബുദ്ധിസം, സിഖിസം ആൻഡ് ജൈനിസം. ആഫ്റ്റർ ദാറ്റ് ദീസ് 3 റിലീജിയൻസ്, വാട്ട് ആർ ദ 3 റിലീജിയൻസ്? Christianity, Islam and Zoroastrianism. These 3 religions reached India from outside, right? അപ്പോൾ ഈ 3 മതങ്ങളും ഇന്ത്യയിലേക്ക് പിന്നീട് വന്നതാണ് അല്ലേ. ഫസ്റ്റ് already I told you there are 4 major religions of the world. What are the 4 major religions of the world? India is the, already I told you, India is the part of India is the
ബർത്ത് പ്ലേസ് അല്ലെ. ഇന്ത്യ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് 4 മേജർ റിലീജിയൻസ് ഓഫ് ദ വേൾഡ് അല്ലെ. ആദ്യം കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 4 മതങ്ങളായിരുന്നു. ഏതായിരുന്നു? ഹിന്ദുയിസം, സിഖിസം, ബുദ്ധിസം ആൻഡ് ജൈനിസം. ആഫ്റ്റർ ദാറ്റ് Christianity, Islam and Zoroastrianism. These 3 religions reached India from outside. Okay. Understood, children? Children, we live in India. So here in India there are 28 states and 9 union territories are there, right? Then ഈ 28 സ്റ്റേറ്റ്സും ഈ 9 അല്ലെ യൂണിയൻ ടെറിട്ടറീസ് നമ്മൾ പറഞ്ഞു, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ വി ലിവ് ഇൻ ഇന്ത്യ. ദെൻ വി ഹാവ് 4 മേജർ റിലീജിയൻസ് അല്ലെ. ഇന്ത്യ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് India is the birthplace of 4 great major religions of the world. What are the 4 major great religions? Hinduism, Buddhism, Sikhism and Jainism. After that Christianity, Islam and Zoroastrianism reached India from outside. Okay, then നമ്മുടെ ഫുഡിൽ അല്ലേ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ വ്യത്യാസം, നമുക്ക് എന്തൊക്കെയുണ്ട്? ഇന്ത്യ ഈസ് നമുക്കറിയാം അല്ലേ, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ഹോം ടു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഓഫ് ദ വേൾഡ്. ദെൻ ഇന്ത്യ ഹാസ് മെനി റേസസ്. പിന്നെന്താണ്? റിലീജിയൻസ്, മതങ്ങൾ, വർഗങ്ങൾ. പിന്നെന്താണ്? ലാംഗ്വേജസ്, ഭാഷകൾ, കസ്റ്റംസ്, ആചാരങ്ങൾ അല്ലേ. പിന്നെന്താണ്? കൈൻഡ്സ് ഓഫ് ഫുഡ്, പലതരത്തിലുള്ള ഫുഡുകൾ, സ്റ്റൈൽസ് ഓഫ് ഡ്രസ്സിങ് അല്ലേ. ഇതെല്ലാം തന്നെ നമുക്ക് ഡിഫറെൻ്റ് അല്ലേ, വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമാകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പലതരത്തിലാണ് നമ്മൾ പല സ്റ്റേറ്റുകളിൽ താമസിക്കുന്നവരാണ് നമ്മൾ അല്ലേ. നമ്മുടെ ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട്, ഫുഡിൽ വ്യത്യാസമുണ്ട്, പിന്നെന്താണ് നമ്മുടെ ഡ്രസ്സ്, സ്റ്റൈൽസ് ഓഫ് ഡ്രസ്സിങ്, ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ കൂടി വി ഓൾ ആർ ഇന്ത്യൻസ്. സോ ദാറ്റ് ഈസ് യൂണിറ്റി. അണ്ടർസ്റ്റാൻഡ്? അപ്പം നമ്മളെല്ലാം സോ മെനി പീപ്പിൾ ആർ ലിവിങ് ഇൻ അവർ ഇന്ത്യ. അണ്ടർസ്റ്റാൻഡ്? സോ മെനി പീപ്പിൾ ആർ ലിവിങ് ഇൻ ഇന്ത്യ അല്ലേ. നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്തോരം ആൾക്കാർ നമ്മൾ താമസിച്ചാലും സോ മെനി പീപ്പിൾ ആർ ലിവിങ് ഇൻ ഇന്ത്യ. ബട്ട് വി ഹാവ് ഡിഫറെൻറ്റ് കസ്റ്റംസ്. ദെൻ നെക്സ്റ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് അല്ലേ. പിന്നെന്താണ്? സ്റ്റൈൽസ് ഓഫ് ഡ്രസ്സിങ്, ദെൻ കസ്റ്റംസ്, റിലീജിയൻസ്, ഇതെല്ലാം കൂടി തന്നെയാണെങ്കിലും വി ഓൾ ആർ ഇന്ത്യൻസ്. സോ ദാറ്റ് ഈസ് യൂണിറ്റി. ഹാവ് യു അണ്ടർസ്റ്റുഡ്, ചിൽഡ്രൻ? Okay, children, I'm going to wind up the class. Thank you and have a nice day.